കോവിഡിനെ തുടർന്ന് മനുഷ്യരുടെ ആയുർദൈർഘ്യം കുറഞ്ഞു എന്ന് ലോകാരോഗ്യ സംഘടന. ആയുർദൈർഘ്യത്തിൽ 2 വർഷം കുറഞ്ഞെന്നാണ് പഠനം. ന്യൂസ് ഡെസ്കിൽ നിന്നും സ്മിത ഹരിദാസ് ആവാത്തോട് വിവരങ്ങൾ ചെയ്യുന്നു. സ്മിത, ഇത് ആയുർദൈർഘ്യത്തിന്റെ കുറവ് എന്ന നിലയ്ക്ക് കാണണോ, അതോ ലോകത്തിന്റെ ആഗോളതലത്തിൽ തന്നെ ആരോഗ്യ മേഖലയുടെ ഒരു സുസ്ഥിര വളർച്ച ഉണ്ടായിരുന്നു, അതിന് ഒരു അടി കോവിഡ് കൊടുത്തു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അതെ ഹാഷ്മി, ഇപ്പോൾ ഈ ലോകാരോഗ്യ സംഘടനയുടെ ഒരു കണക്ക് പുറത്തു വരുമ്പോൾ ആ കണക്കിൽ പറയുന്നത് 2030 സുസ്ഥിര വികസനം എന്ന ലക്ഷ്യമുണ്ട്. അത് നേടിയെടുക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിലാണ് ഈ കണക്കുകൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു കാരണം പറയുന്നത് കോവിഡ് പാൻഡമിക് അത് ലോകം മുഴുവൻ ആഗോളതലത്തിൽ ഇത് വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. ലൈഫ് എക്സ്പെക്റ്റൻസി അഥവാ ആയുർദൈർഘ്യം, അതിനെ മാത്രമല്ല ഹെൽത്തി ലൈഫ് എക്സ്പെക്റ്റൻസിയെയും ഇത് വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ പുറത്തു വരുന്ന കണക്കനുസരിച്ചിട്ട് നമ്മുടെ 2021 വരുമ്പോൾ 71.4, അതായത് 71 വയസ്സും 4 മാസവുമാണ് കൃത്യമായി പറഞ്ഞാൽ ശരാശരി ആയുർദൈർഘ്യം. 1.8 വർഷമാണ് അതായത് 1.8 എന്ന് പറയുമ്പോൾ 1 വർഷവും 8 മാസവും അത്രയാണ് കുറഞ്ഞിരിക്കുന്നത്. ഈ കണക്ക് വരുമ്പോൾ 2012 കുത്തനെ അങ്ങ് പോയിരിക്കുകയാണ്. ആ കാലത്തുണ്ടായിരുന്ന ലൈഫ് എക്സ്പെക്റ്റൻസി അതിലേക്ക് തിരിച്ചു പോയി എന്നുള്ളതാണ്. അപ്പം അത്രയും വർഷത്തിൻ്റെ വികസനം പാടെ അങ്ങ് തൂത്ത് കളഞ്ഞു പാൻഡമിക്. അതുപോലെ വരുന്ന ഹെൽത്തി ലൈഫ് എക്സ്പെക്റ്റൻസി, അതായത് ആരോഗ്യത്തോടെയുള്ള ആയുർദൈർഘ്യം, അത് 1.5 വർഷമായി കുറഞ്ഞിരിക്കുന്നു. 1 വർഷവും 5 മാസവുമായി കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ അത് 61.9 മാസം, 61 വയസ്സും 9 മാസവും എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 62 വയസ്സിലേക്ക് കുറഞ്ഞിരിക്കുന്നു. നമ്മളെല്ലാ കാലവും ഈ ആരോഗ്യ മേഖലയിലെ വികസനത്തെക്കുറിച്ച് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നതൊക്കെ തന്നെ കോവിഡ് പാൻഡമിക് വന്നതോടുകൂടി അത്രയും കാലത്തെ വർഷത്തെ വികസനം അല്ലെങ്കിൽ പുരോഗതി അതിനെ തിരിച്ചടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി അങ്ങോട്ട് 2030 ആകുമ്പോഴേക്കും ഈ കാണുന്ന വികസനം മുഴുവനും ആരോഗ്യ മേഖലയിൽ വരണമെങ്കിൽ ജീവിത ആരോഗ്യത്തോടുകൂടിയുള്ള ജീവിതം, അതായത് നമ്മൾ സ്ഥിരമായി കാണുന്ന BP ഉണ്ട്, പ്രമേഹമുണ്ട്, രക്തസമ്മർദ്ദമുണ്ട്, അതുപോലെ ഹൃദ്രോഗങ്ങളുണ്ട്, സ്ട്രോക്ക് ഉണ്ട്. ഇതൊക്കെ തന്നെ ജീവിതത്തിൻ്റെ ആയുർദൈർഘ്യത്തിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്. അവിടെയാണ് ഇനി വർക്ക് ചെയ്യേണ്ടത്. ചികിത്സാ സൗകര്യങ്ങൾ, സംവിധാനങ്ങളൊക്കെ തന്നെ പുരോഗമിച്ചാൽ മാത്രമേ ആ രീതിയിലുള്ള വികസനം വരുള്ളൂ. അത് കഴിഞ്ഞാണ് പാൻഡമിക് ഉണ്ടായിരുന്ന സമയത്ത് നമുക്കറിയാം കോവിഡ് റിലേറ്റഡ് പ്രശ്നങ്ങളുമായിട്ട് 15 ബില്യണിലേറെ കൂടുതൽ മരണങ്ങളാണ് 2021 വരെ റിപ്പോർട്ട് ചെയ്തത്, അതായത് 2019-21 കാലഘട്ടത്തിൽ. അപ്പോൾ ആ രീതിയിൽ ആഗോളതലത്തിൽ തന്നെ ആരോഗ്യ മേഖലയെ വല്ലാതെ ആണ് ഈ കോവിഡ് പാൻഡമിക് ബാധിച്ചിരുന്നത് എന്നാണ് ലോകാരോഗ്യ സംഘടനാ തലവൻ ടെഡ്രസ് അഥനം തന്നെ പറയുന്നത്. അതുകൊണ്ട് അങ്ങോട്ടേക്ക് എത്താൻ ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടിയിരിക്കും. എന്തായാലും ആഗോള ആരോഗ്യാവസ്ഥ സംബന്ധിച്ച് അത്ര നല്ല വാർത്തയല്ല. ഈ കോവിഡ് ഉണ്ടാക്കിയ ശല്യം ചില്ലറ ശല്യമല്ലെന്നേ. ഇപ്പോൾ അതിനുശേഷം വാക്സിൻ, അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് കിട്ടും, അത് പേടിക്കേണ്ടതില്ല എന്നൊക്കെ കേട്ടാലും ആശങ്കയുള്ളവരുണ്ട്. അതിനെ തുടർന്ന് ലോകമൊന്നാകെ ആയുർദൈർഘ്യത്തിലെ കുറവ് ആണ് റിപ്പോർട്ട്, അത് പറയുകയായിരുന്നു സ്മിത. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.